ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്ക് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ പുതിയ കൂട്ടുകാരൊക്കെ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അതിനുശേഷം വീഡിയോ മുഴുവനായി കാണാം. നമ്മുടെ കയ്യിലേക്ക് നമ്മുടെ പ്ലെയിൻ ആയിട്ടുള്ള ടോപ്പുകളൊക്കെ തയ്ച്ചതിരിക്കുന്നുണ്ടെങ്കിലേ ചെറിയ സ്റ്റോണൊക്കെ വെച്ചിട്ട് നമുക്കതിനെ നല്ല ഭംഗിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിൽ ഇതേപോലെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ടോപ്പ് ഇരിക്കുന്നുണ്ട്. ആ ഒരു ടോപ്പിൽ നമ്മൾ സിൽവർ കളറിൽ വരുന്ന സ്റ്റോൺ വെച്ചിട്ട് നല്ലൊരു വർക്ക് ചെയ്തെടുക്കാനാണ് കേട്ടോ പോണത്. അപ്പോൾ ഇതിനൊരുപാട് വർക്ക് ചെയ്യാൻ അങ്ങനെ തുന്നാൻ അങ്ങനെയൊന്നും വേണ്ട. നമുക്ക് ചെറിയതായിട്ട് കുറച്ച് പശ നമ്മുടെ കയ്യിലുണ്ടായാൽ മതി കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കിത് ഒട്ടിച്ചെടുക്കാനായിട്ട് പറ്റും. നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ഒരു ചുരിദാറിലുണ്ടല്ലോ, ആദ്യം തന്നെ സ്റ്റോൺ ഒട്ടിക്കണേക്കാൾ മുപ്പാട് നമുക്ക് ചെറുതായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ കഴുത്തിൻ്റെ ആ ഒരു ഭാഗത്ത് കുറച്ച് അളവുകളൊക്കെ നമുക്ക് മാർക്ക് ചെയ്യാനുണ്ട് കേട്ടോ, താഴ്വശത്തേക്കും സൈഡിലേക്കും. അപ്പോൾ ചുരിദാറിന് ഇതേപോലെ നല്ല വശമാക്കി വെച്ചിട്ട് നടു കറക്റ്റായിട്ട് ഇതുപോലെ മടക്കി വയ്ക്കുക. അതിന് ശേഷം ആ ഒരു കഴുത്തിൻ്റെ ആ ഒരു ഭാഗത്തും തൊട്ട് താഴോട്ടും ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക കേട്ടോ. ചുരിദാറിൻ്റെ ഫ്രണ്ട് വശത്ത് നമ്മൾ സ്ക്വയർ ഷേപ്പിലാണ് കേട്ടോ സ്റ്റോൺ ഒട്ടിക്കാൻ പോണത്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ഡിസൈനൊക്കെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ തെറ്റത്ത് നമുക്ക് അതേപോലെ സ്റ്റോൺ ഒട്ടിച്ചിട്ട് മുഴുവൻ ഭാഗത്തും ഉൾവശത്ത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ക്വയർ ഷേപ്പിൽ നമുക്ക് ഒട്ടിക്കാനായിട്ട് നമുക്കിതിന് മാർക്ക് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് സെൻറ്റർ ഭാഗത്ത് നിന്നിട്ട് ഒരു 4.5 ഇഞ്ച് വെച്ചിട്ടാണ് സൈഡിലേക്ക് മാർക്ക് ചെയ്യുന്നത്. കുറച്ച് തടിയുള്ളവരൊക്കെ ആകുമ്പോഴേ നമ്മൾ എടുക്കുന്ന ടോപ്പിൻ്റെ സൈസ് കുറച്ചും കൂടി വലുതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് നമ്മളിപ്പോൾ 4.5 വെച്ചിട്ട് മാർക്ക് ചെയ്യുന്നില്ലേ, അത് നമുക്ക് സൈഡിലേക്ക് 6 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്യാം. അപ്പോൾ മൊത്തത്തിൽ വരുന്ന ഒരു വീതി 12 ഇഞ്ചിൽ നിൽക്കുന്ന തരത്തിൽ കേട്ടോ. ഇത്രയ്ക്ക് വീതി വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് വീതി കുറച്ചിട്ടായാലും ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ ആ ഒരു കഴുത്തിൻ്റെ 2 സൈഡ് ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്തേക്ക് കൂടി കുറച്ച് സ്റ്റോൺ വന്നു കഴിഞ്ഞാലാണ് കറക്റ്റായിട്ട് ആ ഒരു സ്ക്വയർ ഷേപ്പിൽ നിൽക്കുള്ളൂ. അപ്പോൾ അത് വേണ്ടാന്നുണ്ടെങ്കിൽ താഴ്ഭാഗത്തേക്ക് മാത്രം മതി എന്നുണ്ടെങ്കിൽ വീതി കുറച്ചിട്ട് ചെയ്തെടുക്കാം. താഴ്ഭാഗത്തേക്കുള്ള ഇറക്ക് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത് 12 ഇഞ്ചാണ്. ഇത്ര ഇറക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനേക്കാളും കുറച്ചിട്ടെടുക്കാം. കുറച്ചും കൂടി ഇറക്ക് കൂട്ടണം എന്നുണ്ടെങ്കിൽ ഒരു 2 ഇഞ്ചോ 3 ഇഞ്ചോ നമുക്ക് കൂട്ടിയെടുക്കാം. ഇത് നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനാണ് കേട്ടോ. ഇത് താഴോട്ടുള്ള ഇറക്ക് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പം ഞാൻ എടുത്തിട്ടുള്ളത് 12 ഇഞ്ച് മതി, അതുകൊണ്ട് 12 ഇഞ്ച് എടുത്തു. അപ്പോൾ നമുക്കിതിൽ വ്യത്യാസം വരുത്തിയാലും കുഴപ്പമില്ല കേട്ടോ. നമുക്ക് ഈ ഒരു വർക്ക് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് ആകെക്കൂടി വേണ്ടത് 2 ഐറ്റമാണ് കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ എടുത്തിട്ടുള്ളത് ഒട്ടിക്കാനായിട്ട് ഈ ഒരു പശയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഒട്ടിച്ചെടുക്കാനായിട്ട് പറ്റാറുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ കഴുകി കഴിഞ്ഞാലും വിട്ടു പോരില്ല കേട്ടോ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ. പിന്നെ നമ്മൾ സ്റ്റോൺ എടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല ചെറുത് തന്നെയാണ്. പിന്നെ സിൽവർ കളറിൽ വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാവുമ്പോഴേ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ലൈറ്റിലൊക്കെ വരുമ്പോൾ തിളക്കം കിട്ടുന്നുണ്ട്. നല്ല തുണിയിലൊക്കെ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴേ ഇതുപോലത്തെ പെൻസിൽ കൊണ്ടാണ് മാർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരുപാട് അമർത്തിയിട്ട് മാർക്ക് ചെയ്യണ്ട കേട്ടോ. ചെറുതായിട്ട് ചെറിയ രീതിയിൽ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇത് പെട്ടെന്ന് തന്നെ പോവില്ല കേട്ടോ. സാധാരണ ചോക്കൊക്കെ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മാഞ്ഞു പോവുമല്ലോ, അതുപോലെ ഈ ഒരു പെൻസിൽ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ മാഞ്ഞു പോവില്ല. അപ്പോൾ നമ്മുടെ കറക്റ്റ് വർക്ക് വരുന്ന ആ ഒരു ഭാഗത്ത് തന്നെ മാർക്ക് ചെയ്യാൻ നോക്കുക. വേറെയുള്ള ഭാഗത്ത് ഇതുപോലെ വരയ്ക്കാതെയൊക്കെ നോക്കാം കേട്ടോ. ചെറിയ ടോപ്പായ കാരണേ നമുക്ക് വലിയ ഫ്രെയിമിലേക്ക് വെച്ചിട്ട് ഇതിനെ മുഴുവൻ ഭാഗം ഒന്നിച്ച് വർക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല. അപ്പം നമ്മളിവിടെ ചെറിയ ഫ്രെയിം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു താഴ്ഭാഗത്തെ ഒരു സൈഡാണ് നമ്മളിപ്പോൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ കുറച്ച് പശ നമുക്ക് ആദ്യം ചെറിയ ഡോട്ടാക്കി വെച്ച് കൊടുത്തിട്ട് വേഗം വേഗം സ്റ്റോൺ എടുത്ത് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പെൻസിലിൻ്റെ തുമ്പ് വശത്ത് വെച്ചിട്ടാണ് നമ്മളിങ്ങനെ ഓരോ സ്റ്റോണും വേഗം വേഗം വെച്ച് കൊടുക്കുന്നത്. ചുരിദാറിൻ്റെ മുഴുവൻ ഭാഗത്തും നമുക്ക് ഇതേപോലെ പശ വെച്ചതിൻ്റെ ശേഷം നമുക്ക് സ്റ്റോൺ ഒട്ടിക്കാൻ പറ്റില്ല. നമ്മൾ ആദ്യം വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഭാഗത്ത് പെട്ടെന്ന് അത് ഉണങ്ങിയിട്ടുണ്ടാവും കേട്ടോ. അത് കാരണം തന്നെ നമ്മുടെ ആ ഒരു സ്റ്റോൺ ഉണ്ടല്ലോ വേഗം വേഗം നമ്മൾ വെച്ച് കൊടുക്കണം. ഈ ഒരു പശ വെച്ചിട്ട് വർക്ക് ചെയ്തെടുക്കുന്നുണ്ടെങ്കിലേ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. സാധാരണ പശ വെച്ച് നമ്മൾ ഉപയോഗിക്കുന്ന പോലെയല്ല. ഇത് നമ്മളൊരു തുള്ളി നമ്മളിങ്ങനെ ഒട്ടിക്കില്ലേ, അതിന് ശേഷം നമ്മൾ ആ ഇത് പൊന്തിക്കുമ്പോൾ നൂല് പാഞ്ഞ് വരുന്ന പോലെയൊക്കെ, അതായത് നമ്മുടെ ഈ ഒരു ചക്കപ്പശയൊക്കെ വരുന്നില്ലേ, അതേപോലെ വരും. അപ്പോൾ നമ്മളെപ്പോഴും അത് ആദ്യത്തെ ആ ഒരു ചെറിയ ഡോട്ട് നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ തന്നെ ഓരോന്നും കഴിയുമ്പോൾ നമ്മൾ കൈ വെച്ചിട്ടോ എന്തെങ്കിലും തുണി വെച്ചിട്ടൊക്കെ നമ്മൾ തുടച്ചെടുക്കണം കേട്ടോ. എന്നാലാണ് നല്ല രീതിയിൽ കിട്ടുക. അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ കൈ വെച്ചിട്ടാണ് തുടച്ചിട്ടുണ്ടായിരുന്നത്. കയ്യിൽ അത്യാവശ്യത്തിനായ കാരണം പിന്നെ നമ്മൾ ചെയ്തപ്പോൾ ഇതേപോലെ തുണിയിലേക്ക് വെച്ചിട്ടാണ് കേട്ടോ തുടച്ചെടുക്കുന്നത്. ഇത്രയും ഭാഗം നമ്മൾ ഫ്രെയിമിലിട്ടിട്ടാണ് ചെയ്തത്. പിന്നെ നമ്മുടെ ആ ഒരു ടോപ്പിനെ നേരെ ഇതേപോലെ വെച്ചിട്ട് നമ്മൾ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ലൈനിങ് അധികം കട്ടിയില്ലാത്തതൊക്കെ ആണെന്നുണ്ടെങ്കിൽ തൊട്ട് താഴെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പേപ്പറൊക്കെ ഇട്ട് കൊടുക്കാം.
നമ്മുടെ ഈ ഒരു ലൈനിങ് അത്യാവശ്യം കട്ടിയുണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണമാണ് ഞാൻ അടിയിൽ പേപ്പർ വെക്കാഞ്ഞത്. അപ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. ഈ ഒരു വർക്ക് ദേ ഒട്ടിച്ച് കഴിയാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ഒരു കഴുത്തിൻ്റെ ആ ഭാഗം ഒട്ടിക്കുമ്പോഴത്തേനും താഴ്ഭാഗത്ത് മുഴുവനും നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇതുപോലെയുള്ള വർക്കുകളൊക്കെ നമുക്ക് ചെയ്താലും പെട്ടെന്ന് തന്നെ നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഇട്ടിട്ട് പോകാനായിട്ട് പറ്റും. സാധാരണ ആ ഒരു പശ വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു ദിവസം മുഴുവനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും ഉണങ്ങി കിട്ടാനായിട്ട്. ഇത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നമില്ല കേട്ടോ. ഇതുപോലെയുള്ള വർക്കുകളൊക്കെ ചെയ്തെടുത്ത് കഴിയുമ്പോഴേ ഇതിൻ്റെ നല്ല വശത്തല്ല കേട്ടോ, ചീത്ത വശത്ത് വെച്ചിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് തേച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒട്ടിച്ചതുണ്ടല്ലോ അത് കുറച്ചും കൂടി നല്ല ഉറപ്പായിട്ട് കിട്ടാനായിട്ട് നല്ലതാണ്. നമ്മുടെ ഈ ഒരു ടോപ്പിൽ നമ്മളതേ മുഴുവനായിട്ട് ആ ഒരു സ്റ്റോണ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ പ്ലെയിൻ ആയിട്ടുള്ള ടോപ്പുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുത്താൽ എന്തൊരു ഭംഗിയാലേ. അത്യാവശ്യം നല്ല ഫങ്ഷൻ ഇട്ട് പോവാം കേട്ടോ. ചെറിയൊരു ചിലവ് മാത്രമേ നമുക്കിതിന് വരുള്ളൂ ഈ ഒരു സ്റ്റോണ് വാങ്ങിക്കാനായിട്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചുരിദാറിൻ്റെ താഴ്ഭാഗത്തും ഇതേ രീതിയിൽ സ്റ്റോൺ ഒട്ടിച്ചെടുക്കാം. നമുക്കിതുപോലെ ചെറുതായിട്ടാണെന്നുണ്ടെങ്കിലും നല്ല ഭംഗിയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ടോപ്പ് കാണാനായിട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രത്തോളം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും വരുന്നതാണ്.